Meet the editors. വയനാടിനോട് അവഗണനയോ എന്നതാണ് ചോദ്യം. ഇന്ന് മീറ്റ് എഡിറ്റേഴ്സിൽ മാനേജിംഗ് എഡിറ്റർ ആൻറ്റോ അഗസ്റ്റിൻ കൂടിയുണ്ട്. ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ, ഇതിപ്പോൾ വയനാടാണ്. വയനാട്ടിൽ ഇന്ന് ഇതുവരെ കേരളം കാണാത്ത രീതിയിലുള്ള പ്രതിഷേധം. കുറച്ച് ദിവസമായി ഈ വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നു. ആനയുടെ ആക്രമണം, മരണം. ഇന്ന് കണ്ട പ്രതിഷേധം അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. അവിടുത്തെ സ്വന്തം സ്വദേശമാണ് വയനാട്. അപ്പോൾ ആ നാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. സ്മൃതി, കഴിഞ്ഞ ശനിയാഴ്ച വയനാട് അഭിമുഖീകരിച്ച പ്രശ്നമെന്ന് പറയുന്നത് അജീഷിനെ ആന ചവിട്ടിക്കൊന്ന കേസാണ്. ആന എവിടെയാണ് അജീഷിനെ കൊന്നത്? അജീഷിനെ കൊന്നത് അവരുടെ വീടിൻ്റെ മുറ്റത്ത് കയറിയിട്ടാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. ഇന്ന് അടുത്ത ശനിയാഴ്ചയാണ്. ഇന്നെന്താണ്? ഇന്ന് പോളിൻ്റെ ആന ആക്രമിച്ച് കൊന്ന സ്ഥിതിയാണുള്ളത്. പൊതുവെ ഇത് വയനാട്ടുകാരനുഭവിക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഈ ആനിമൽ മനുഷ്യനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റാണ്. ഇത് ഇന്നും ഇന്നലെയും ആൾക്കാർ പറയാൻ തുടങ്ങിയതല്ല. വയനാടിൻ്റെ മൊത്തം ഭൂപ്രകൃതിൻ്റെ 36.48% വനമാണ്. 36.48 എന്ന് പറയുന്നത് ഏകദേശം പകുതിയോളം വനമാണ്. ഈ വനവും ഈ 36% വനമുള്ള സ്ഥലത്ത് നിന്ന് മൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങില്ല എന്നാണോ ഈ അധികാരികൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. കാരണം 36% വനം എന്ന് പറയുന്നത് വയനാട്ടിൽ 1925 തുടങ്ങിയിട്ട് 1947 വയനാട്ടിലേക്ക് കുടിയേറിയവരാണ് വയനാട്ടിലെ കർഷകർ മുഴുവൻ. അത് അവരാരും വന്യമൃഗങ്ങളെ കാണാത്തവരോ അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് പേടിയുള്ളവരോ അല്ല. അന്നത്തെ കാലത്ത് അവരതിനോട് പടവെട്ടി, വനം വെട്ടിത്തെളിച്ച് അല്ലെങ്കിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി, തോട്ടം പിടിപ്പിച്ച് അതിൽ നിന്ന് വരുമാനം എടുത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഈ സാധാരണ മനുഷ്യർ ഇപ്പം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. 1 ഏക്കർ സ്ഥലമുള്ള ഒരു കർഷകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുമോ അറിയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ വീട് വെച്ചിരിക്കുന്നത് റോഡ് സൈഡിലാണ്. എൻ്റെ വീട്ടിൽ നിന്നും പുറകിലേക്ക് ഒരു 200 മീറ്റർ പുറകിലേക്ക് സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ തോട്ടത്തിൽ സ്ഥലത്തിൻ്റെ അതിരിൽ പോകാൻ പേടിയാണ്. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. 2 3 ആൾക്കാരെ കൂട്ടിയിട്ട് അവിടെ പോകണം. നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരയിലാണ് പറയുന്നത്. ഇത് വയനാടിന് പുറത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വയനാടിന് പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിട്ട് മേധാവിത്വം കാണിക്കാൻ നോക്കിയാൽ മനസ്സിലാവില്ല. അവിടുത്തെ കലക്ടർക്ക് മനസ്സിലാവില്ല, അവിടുത്തെ ADMന് മനസ്സിലാവില്ല, അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവില്ല. കാരണം റോഡ് സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മൾ ഫ്ലാറ്റിലും വില്ലയിലും ഒക്കെ ഇരുന്നിട്ട് ഭയങ്കര കഥ പറയുകയാണ്. ഏത് നല്ല ആനയല്ലേ, നല്ല സംവിധാനമല്ലേ, ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഈ അജീഷിൻ്റെ മകളുടെ ബൈറ്റ് നമ്മൾ കേട്ടതാണ്. മകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടത്. എത്ര ദൃഢതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് മരിച്ചുപോയ പോളിൻ്റെ മകൾ സംസാരിക്കുന്നത് എത്ര ദൃഢതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാം അവർക്ക് പറയാൻ പറ്റുന്നത്? വർഷങ്ങളായിട്ട് അവരിത് അനുഭവിച്ച് അവർക്ക് പറയാവുന്നതിൻ്റെ എല്ലാ അർത്ഥവും കണ്ട് അതിനപ്പുറം എത്തി. അവർക്കറിയാം നാളെ അവരുടെ മുന്നിൽ മരണമുണ്ടെന്ന്. അവരത് അഭിമുഖിച്ചാണ് ജീവിക്കുന്നത്. നാളെ ഞാൻ മരിക്കുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ന് അതിൻ്റെ ഒരു ധൈര്യം വരില്ലേ? ആ ധൈര്യം അവരുടെ മുന്നിലുണ്ട്. വയനാട്ടിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതാണ് പുൽപ്പള്ളിയിൽ കാണുന്നത്. പുൽപ്പള്ളീൻ്റെ പ്രത്യേകത എന്താണ്? 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. 4 സ്ഥലവും, കേരളത്തിൻ്റെ ഭാഗവും അതെ, കർണാടകേൻ്റെ ഭാഗവും അതെ, 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ആ പ്രദേശത്ത് വാഴ, കാപ്പി, കവുങ്ങ്, കൊടി, ഈ സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് സാധാരണ ജനങ്ങൾ ജീവിക്കുകയാണ്. അവിടെ കാട്ടിൽ വെള്ളമില്ല, അവർക്ക് തിന്നാനുള്ള സംവിധാനങ്ങളില്ല, മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള സംവിധാനങ്ങളില്ല, അവിടെ പുൽച്ചെടികളില്ല, അവിടെ ഇല്ലിയില്ല, ഒരു സാധനമില്ല. ജനങ്ങൾ ഇപ്പം ആനയ്ക്കായാലും കടുവയ്ക്കാണെങ്കിലും വളരെ എളുപ്പമാണ് ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാൻ. അവിടെ വർഷങ്ങളായിട്ട് നട്ട് നനച്ച് വളർത്തിയിരിക്കുന്ന വാഴ നിൽക്കുന്നു, കൃഷിയിടങ്ങൾ ഇഷ്ടംപോലെ നിൽക്കുന്നു. എല്ലാവരും പശുവിനെയും ആടിനെയും കോഴീനെയും പന്നീനെയും വളർത്തി ജീവിക്കുന്ന സാധാരണ ജനങ്ങളാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് കടുവ പിടിച്ച പശുവിനെ കണ്ടോ നിങ്ങൾ? പകുതി ഭക്ഷിച്ചിരിക്കുകയാണ് അവിടെ. ആ കടുവയുടെ മുമ്പിൽ ഒരു മനുഷ്യനാണ് ചെന്നപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക എവിടെ എത്തിയിരിക്കുന്നതെന്ന്. ഇന്ന് 2 സ്ഥലത്താണ്. ഇന്ന് 2 സ്ഥലത്താണ്. ഇന്ന് കടുവ ആക്രമണം ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത് 2 സ്ഥലത്താണ്, കേണിച്ചിറയും പുൽപ്പള്ളിയും.
ഏതോ എത്ര 15 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലങ്ങൾ. അത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഞാൻ എൻ്റെ തൊഴുത്തിൽ വളർത്തുന്ന പശുവിനെ ഒരു കടുവ വന്ന് തിന്നുകയാണ്. എവിടെയാ സ്ഥലം? എൻ്റെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ. ആ സമയത്ത് ഞാനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആലോചിച്ച് നോക്കിക്കേ. വൈകുന്നേരം 8 മണിക്ക് ശേഷം അങ്ങാടിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വയനാട്ടിൽ താമസിക്കാൻ എനിക്ക് നന്നായി മനസ്സിലാവും. 8 മണിക്ക് ശേഷം ഒരാൾ പുറത്തിറങ്ങാറില്ല. അങ്ങാടിയിലെ കളകളല്ലേ 7:30 6 മണിയാകുമ്പോൾ അടക്കിയാണ്. കാരണം പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് 10 11 മണി വരെ ആക്റ്റീവായിരുന്ന അങ്ങാടികളാണ് ഇപ്പോൾ 5:30 6 മണിക്ക് അടച്ചു പോകുന്നത്. കാരണം റോട്ടിൽ കൂടെ പോയാൽ പന്നീൻ്റെ ആക്രമണം ഉറപ്പ്. അത് 100%. അത് തോട്ടത്തിൽ ഒരേക്കർ സ്ഥലത്തിൽ 5 പന്നി നിർബന്ധം. അത് ഉണ്ടാവും എല്ലാ തോട്ടത്തിലും. പിന്നെ ഈ കടുവയും കാട്ടുപന്നിയും അല്ല ഈ പിന്നെ ആനയും സംവിധാനങ്ങളുമാണ്. ഇത് അധികാരികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? നമുക്കിവിടെ നിപ്പ വൈറസ് ഉണ്ടായി. നിപ്പ വൈറസ് ഉണ്ടായപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആ സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. നമ്മൾ നല്ല മന്ത്രിയാണെന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? അവിടെ ചെന്നിട്ട് ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ച ഒരാളാണ്. ഇതുപോലെ തന്നെയാണ് നമുക്കൊരു മന്ത്രിസഭ. വയനാടിൻ്റെ ചാർജുള്ള മന്ത്രിയാണ് AK ശശീന്ദ്രൻ. അദ്ദേഹം അവിടേക്ക് ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കാരണം? പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ, അതിൽ പോകാൻ പറ്റിയില്ല, അടുത്ത ആളെ അപ്പോയിൻറ്റ് ചെയ്യണ്ടേ? നമ്മൾ കഴിഞ്ഞ 7 ദിവസം മുന്നേ അജീഷിനെ ആക്രമിച്ച ആനേനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അത് കാട് കയറി പോയി നോക്കുക. അതിൻ്റെ പുറകെ നമ്മൾ പറയുന്ന ന്യായീകരണം എന്താണ്? ആ ആനേൻ്റെ പുറകെ പോയതുകൊണ്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ആനേനെ പിന്നെ മയക്കുവെടി വെക്കാൻ പോയതുകൊണ്ട് നമുക്ക് ഇപ്പുറം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാവുമോ? ഞാൻ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളിയിൽ ഇന്ന് കണ്ടത്, അവിടെ ഒരാളും വണ്ടി കൊടുത്തിട്ട് കൊണ്ടുവന്ന ആൾക്കാരല്ല അവിടെ കാണുന്നതൊന്നും. ആ പ്രദേശത്തുള്ള ആൾക്കാരുമല്ല. വയനാടിൻ്റെ പൊതുവായിട്ടുള്ള വികാരം അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അത്രയധികം ഇഷ്യൂസ് ഇനിയും ഡെവലപ്പ് ആകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയധികം ആൾക്കാർ വികാരം വരുന്ന ക്ഷമേൻ്റെ നെല്ലിപ്പലകയിൽ നിന്നിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ഈ സമയം വരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ 17 ദിവസം. എന്താണ് പരിഹാരം എന്നുള്ളൊരു അല്ല, വിഷയം? പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? 36% വനമുള്ള ഒരു ഏരിയ. എന്താണ് വനത്തെയും പിന്നെ ജനവാസ കേന്ദ്രം വേർതിരിക്കുക അല്ലാതെ വേറെ മാർഗ്ഗം അവിടെ ഇല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ 6 വരി പാത പണിയുന്നുണ്ടല്ലോ. 36,000 കോടി എങ്ങാണ്ടാണ്. എത്രയാണ്? 38,000 കോടി എങ്ങാണ്ടാണ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം 6 വരി പാത. വയനാട്ടിലേക്ക് നിങ്ങൾ തുരങ്കപാത, അത് നിർബന്ധമാണ്, ഞാനത് എതിരല്ല. വയനാട്ടിലേക്ക് 3,600 കോടി കൊടുത്ത് തുരങ്കപാത നിങ്ങൾ പണിയാൻ പോവാണ്. പണിയുന്നില്ലേ? എന്തുകൊണ്ട് ഈ പറഞ്ഞ 400 കിലോമീറ്റർ ചുറ്റളവിൽ 2 കോടി രൂപ വെച്ചിട്ട് എന്തുകൊണ്ട് 1 കിലോമീറ്റർ 2 കോടി എക്സ്പെൻസ് പറയുന്നത്? ഒരു 25 അടി ഹൈറ്റിൽ ഒരു പിന്നെ മതിൽ പണിയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തിനാണ് വയനാട്ടിലെ ജനങ്ങൾക്കൊന്നും വയനത്തിൽ പോയിട്ട് ഒന്നും എടുത്തിട്ട് വരാനില്ല. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. 400 കിലോമീറ്റർ 400 കിലോമീറ്ററാണ് വയനാടിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. വനത്തിൻ്റെ പിന്നെ ഫെൻസിങ് കിടന്ന ഏരിയ എന്ന് പറയുന്നത്. 400 കിലോമീറ്റർ ചുറ്റളവ് 2 കോടി രൂപ വെച്ച് കൂട്ടി 3 കോടി രൂപ നിങ്ങൾ കൂട്ടിക്കോളൂ. ഒരു കിലോമീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 4 12 എത്രയാണ്ടത്? 1,200 കോടി രൂപയാണ് വേണ്ടത്. വയനാട്ടിൽ എന്തിനാണ് ആഴ്ചയ്ക്ക് ഓരോ മനുഷ്യനെങ്കിലും മൃഗത്തിന് ബലി കൊടുക്കുകയല്ലേ? മൃഗം തിന്നാ പിടിച്ചോ? പണ്ട് പിന്നെ കൊളോസിയം ചക്രവർത്തിൻ്റെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, മനുഷ്യനെ ഇട്ട് കൊടുക്കുക പുലിക്ക് തിന്നാനും പിന്നെ ആനയ്ക്ക് ചവിട്ടിക്കൊല്ലാനൊക്കെ. ഇതാണ് ഈ കാലത്ത് നടക്കുന്നത്. ഒരാഴ്ച ഓരോരുത്തരോരുത്തർ കൊടുക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പാക്കേജ് ചെയ്യാൻ പറ്റുന്നില്ല? അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെ MP ചിന്തിക്കുന്നില്ല, MLA ചിന്തിക്കുന്നില്ല, മന്ത്രി ചിന്തിക്കുന്നില്ല, മന്ത്രിസഭ ചിന്തിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നാളെ രാവിലെ ഒരു 3 മന്ത്രിസഭാ അംഗങ്ങൾ അങ്ങോട്ട് പോയിട്ട് നാളെ രാവിലെ തീരുമാനം എടുക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നത്തെ ഈ സാധനം കെട്ടി ചൊവ്വാഴ്ചയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ LDF, UDF, BJP 3 പേരും കൂടെ ഒന്നിച്ചാണ് ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? എന്തുകൊണ്ടാണ് 3 പേരും കൂടെ ഒന്നിച്ച് ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ കാരണം? അവിടെ ഇഷ്യൂസ് ഉണ്ടായി. ഇവർ 3 പേരും മറുപടി പറയേണ്ടി വരും. LDF പറയേണ്ടി വരും, UDF പറയും, BJP പറയേണ്ടി വരും. കാരണം ജനങ്ങൾ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒന്നിച്ച് 3 പേരും കൂടെ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ജനങ്ങൾ അതിനപ്പുറമാണ്. ജനങ്ങൾക്ക് അതിൻ്റെ പരിധിയും വിട്ടു. അതിന് ജനങ്ങൾ പരിധി വിട്ടിട്ടാണ് അവരെ ഒരാൾ തടയാനില്ല. ഇന്ന് ഒരാളെ തടയാൻ പറ്റിയില്ല. പോലീസ് വിചാരിച്ചിട്ട് പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഒരു പരിധി വരെ ജനങ്ങൾ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ആകെ ഒരൊറ്റൊരു മാർഗ്ഗമേ അതിനെ പുറയുള്ളൂ. ജനങ്ങളും ഈ പറഞ്ഞ ജനവാസ കേന്ദ്രവും വനവും തമ്മിൽ തിരിക്കുക. വനവും തമ്മിൽ തിരിക്കാൻ എന്താണ്? എന്തൊക്കെ നമ്മൾ ഇട്ടു നോക്കി? നമ്മൾ പിന്നെ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രെഞ്ച് എടുത്ത് നോക്കി. വിജയിച്ചോ? വിജയിച്ചില്ല. റെയിൽവേ പാളം വെച്ചിട്ട് നമ്മൾ കമ്പിവേലി ഇട്ട് നോക്കി. റെയിൽവേ പാളം ഫെൻസിങ് ഇട്ട് നോക്കി. വിജയിച്ചില്ല. പിന്നെ അടുത്തെന്താ ചെയ്തത്? നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ് ആദ്യം താഴെ കൂടി ഇട്ടു. വിജയിച്ചില്ല. പിന്നെ മേലെ കൂടി ഇട്ടു. വിജയിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ പറയുന്ന കർണാടകയിൽ നിന്നാണ് കൂടുതൽ മൃഗങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. കാരണം അവിടെ വെള്ളമില്ല. ഇവിടെ വെള്ളമുണ്ട്, നല്ല തിന്നാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരും. ഭക്ഷണമുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരും. എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ അതിർത്തികളോട് ചേർന്ന് അതിന് കുടിക്കാനുള്ള സംവിധാനങ്ങൾ, വെള്ളവും പോണ്ടും കാര്യങ്ങളും ഉണ്ടാക്കുക. 1.
രണ്ടാമത്തെ കാര്യം എന്താണ്? മതിൽ തീർക്കുക. നിങ്ങൾക്ക് ഈ വർഷം 10 കിലോമീറ്റർ ചെയ്യാൻ പറ്റുള്ളൂ, 20 കിലോമീറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. 20 കിലോമീറ്റർ ചെയ്യുക. നമ്മൾ ഈ സമയം തുടങ്ങിയിട്ടില്ല എന്ന് അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്താണ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിപ്പോർട്ടർ ടി വിയിൽ 4 യൂണിറ്റാണ് ഈ ആനിമൽ മനുഷ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് വേണ്ടി നമ്മളവിടെ 4 യൂണിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. 4 യൂണിറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. എന്താ സംഭവം? ഈ ആനേൻ്റെയും ഇതിപ്പോൾ നാളെ തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഇവർ പത്രത്തിൽ വന്നൊന്നും ഇവിടെ സെറ്റിൽമെൻ്റ് ആയിരുന്നു വിചാരിച്ചിട്ട് ആനയും അതിന് കടുവയും തോട്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കുമോ? നമ്മളിതൊക്കെ പറഞ്ഞിട്ട് നാളെ ഇപ്പം മിക്കവാറും എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നാളെ പോലീസ് കേസെടുക്കും ഈ ആക്രമിച്ചവർക്കെതിരെ. എന്താ ചെയ്യാൻ എടുക്കുന്നു. ചെയ്യാൻ പോകുന്ന? പേടിപ്പിക്കും. നീ ഇനി ഇറങ്ങിയാലുണ്ടല്ലോ നിൻ്റെ പേരിൽ കേസാണ്. ഇതാണ് പറഞ്ഞത്. നീ ഇനി ഇറങ്ങിയ നിൻ്റെ പേരിൽ ഇതൊന്നും വയനാട്ടിൽ എത്താൻ നിൽക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അടുത്ത ഇഷ്യൂ ഉണ്ടാകുന്നത് എൻ്റെ വീട്ടിലാണോ അടുത്തയാളുടെ വീട്ടിലാണോ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇനി അത് ആ ലെവലിലേക്ക് തന്നെ ഇതിന് സർക്കാർ പൊതുവായ ധാരണയുണ്ടാക്കി അത് ജനങ്ങൾക്ക് കറക്റ്റായി വിശദീകരിച്ചു കൊടുത്ത് ഇത്ര നാളും കൊണ്ട് ആ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർക്കും, ഇതിങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിച്ചു കൊടുത്ത് അതിന് വരെയുള്ള സമയത്തൊരു ശാശ്വതമായ പരിഹാരം. അവിടെ തോക്കി കൊടുത്ത് 4 പേരെ വിടുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ രാത്രി കൊടുത്ത് 4 പേരെ വിടുക എന്നല്ല. അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അതല്ലാതെ വേറെ ഒരു രക്ഷയും ഇതിനകത്തില്ല. എം. നികേഷ് കുമാർ, ഇന്നിപ്പോൾ ചർച്ചയും അതായിരുന്നല്ലോ. വിദഗ്ധരടക്കം പങ്കെടുത്തു. ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്ന് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇതിനു മുമ്പും യോഗങ്ങൾ ചേർന്നിട്ട് പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കുക, അതാണോ ശാസ്ത്രീയമായി നടപ്പാക്കേണ്ടത്? പരിസ്ഥിതി പ്രശ്നവുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന വിഷയം തന്നെയാണിത്. ഇതിനകത്തൊരു അത്ര വൈദഗ്ധ്യമൊന്നും ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് ഏതൊരു മനുഷ്യനും, ഇപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഏതൊരു മനുഷ്യനും കണ്ണുകൊണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഘോരം പ്രസംഗിക്കേണ്ട വിഷയമോ അല്ലെങ്കിൽ അതിനുള്ളൊരു സബ്ജക്റ്റോ പോലും അല്ല. 2 വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന് അവർക്ക് സുരക്ഷ വേണം. രണ്ടാമത്തേത്, ചികിത്സിക്കാനുള്ള സൗകര്യം വേണം. ഈ 2 കാര്യങ്ങളും ആവശ്യപ്പെടാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശം നമ്മളേവരെയും പോലെ അവരെയും ഉണ്ട്. അതിൻ്റെ ആ വിഷയം ഉയർത്തിയിട്ടാണ് ഇന്നിപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വലിയ നിലയിൽ പ്രതിഷേധമായി വന്നിട്ടുള്ളത്. നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ലോകത്തെ ആകെ ബാധിച്ചിട്ടുണ്ട്. വയനാടിനെയും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിനെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നേരത്തെ ആൻഡ്രൂ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ്രൂ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ മേഖലയിൽ, അതായത് കർണാടക വനമേഖലയിൽ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. കുറച്ചെങ്കിലും ഒരു അർദ്ധഹരിത മേഖല എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് കേരളത്തിലെ വയനാടൻ മേഖലയിലാണ്. അവിടേക്ക് ഈ പറയുന്ന വന്യമൃഗങ്ങൾ വരുന്നു, അവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷറിൽ കൂടുതൽ ഹരിത മേഖല തേടി ഈ പറയുന്ന വന്യമൃഗങ്ങൾ വയനാടൻ കൃഷിയിടങ്ങളിലേക്ക് നോക്കൂ. നമ്മളിപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് വാഴക്കൃഷിയാണല്ലോ ഏറ്റവും കൂടുതൽ, അല്ലേ? അപ്പോൾ ആനകളെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ എന്ന ശത്രു അവിടെ ഉണ്ടെങ്കിൽ പോലും അവനോട് പൊരുതി ആ വാഴ കൃഷിയിടങ്ങളിലേക്ക് അവർ വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ചക്കയുടെ സീസണാണ്. ഈ ചക്കയുടെ സീസൺ തീരുന്നത് വരെ ചക്ക തന്നെ വരും. ഇനി ചക്കയുടെ സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ചക്കയുടെ സീസൺ. അപ്പോൾ വെള്ളം അവിടെ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഈ തരത്തിൽ സീസൺ രൂപപ്പെടുന്ന ഒരു അവസ്ഥ എന്നുള്ളത് വളരെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിപ്പോൾ ഇതന്നെ 3-4 ദിവസമായി ചർച്ച ചെയ്യുന്നു, അല്ലേ? അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു കാട്ടിലെ പ്ലാന്റേഷനെ കുറിച്ച്. നമ്മൾ അന്ന് 40% എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. ഒരാൾ എന്നെ നിരന്തരമായി വിളിച്ച് 40% അല്ല 14%. ശരി, 14% കാടിൻ്റെ 66% ഉള്ള ഫോറസ്റ്റിൽ 14% പ്ലാന്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഈ ജലസ്രോതസ് വറ്റുന്ന അവസ്ഥ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഡെൻസിൻ ചൂണ്ടിക്കാണിക്കേണ്ടായി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനകത്ത് നേരത്തെ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു മന്ത്രി, ഒന്നാമത്തെ കാര്യം ഈ നമ്മുടെ ഒരു മന്ത്രിസഭയിൽ മറ്റ് വകുപ്പുകളിലൊന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളെ പിടിച്ചിടാവുന്ന ഒരു സ്ഥലമാണ് വനം വകുപ്പ് എന്നുള്ളൊരു തോന്നലുണ്ട്. ആ മന്ത്രി തന്നെ ഈ പറയുന്ന ഉടനെ ജനരോഷം കണക്കിലെടുത്ത് ആ ഭാഗത്തേക്ക് വരാത്ത സ്ഥിതിവിശേഷമുണ്ട്. നമുക്ക് ജനരോഷമൊക്കെ ഉണ്ടാവും, അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജനപ്രതിനിധിയാണുള്ളത്? അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ മുൻകൈയെടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ തമിഴ്നാട്, കർണാടകം, ഈ രാജ്യ സർക്കാർ
ലോകം തന്നെ ഇതിന് പരിഹാരം തേടാൻ വ്യത്യസ്തമായ വഴികൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ ഉം. വയനാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ മാത്രം ആവശ്യമല്ല, വയനാടിൻ്റെ മാത്രം ആവശ്യമല്ല. അവിടെ പെറ്റ് പെരുകുന്നു. ആ പെറ്റ് പെരുകുന്ന സാഹചര്യത്തിൽ എന്നാൽ പിന്നെ നമ്മൾ പോകും, നമ്മളെ കുത്തി കൊന്നോട്ടെ എന്നുള്ള നിലപാടെടുക്കാൻ കഴിയില്ല. വയനാടുകാരുടെ പ്രതിഷേധം ന്യായമുള്ളതാണ്. ഇത് ഈ നോക്ക്, ഇന്നിപ്പോൾ അണപൊട്ടി ഒഴുകിയ പ്രതിഷേധം ഇപ്പോൾ പറഞ്ഞ പോലെ ചക്കയുടെ കാലമാണ്. ജൂൺ വരെയെങ്കിലും, ജൂൺ പകുതി വരെയെങ്കിലും മഴ ഉണ്ടാകാത്ത സ്ഥിതിവിശേഷമാണ്. എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? നമ്മളൊരു ജനതയെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇതേക്കുറിച്ച് സർക്കാർ ആലോചിക്കണം. വേലൂർ മഗ്ന ആ ദൗത്യം ഇപ്പോൾ ഇന്ന് 7-ാം ദിവസമാണ്. ഒന്നും ആയില്ലെന്നേ. ഒന്നും ആയിട്ടില്ല. വയനാടിനോട് അവഗണനയോ എന്നതായിരുന്നു ചോദ്യം. വയനാടിനോട് അവഗണനയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ ഈ സംഭവ വികാസങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ എന്താണ് സർക്കാരിൻ്റെ സമീപനം എന്നുള്ളതാണ്. ഇപ്പോൾ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മൃതദേഹം തടഞ്ഞു വെച്ചതിന്, വനം വകുപ്പിൻ്റെ വാഹനം ആക്രമിച്ചതിനൊക്കെ കേസ്. ഈ കേസുകളെല്ലാം തന്നെ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ പശ്ചാത്തലം, എന്തുകൊണ്ട് ഈ ജനരോഷം എന്നുള്ള സാഹചര്യം കൂടി കണക്കെടുത്ത് വേണം സർക്കാർ ഇതിൽ നിലപാടെടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ജനരോഷം അണപൊട്ടിയെന്ന് നോക്കുമ്പോൾ നേരത്തെയുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 9ാമത്തെ ആളാണ് ഇന്നിപ്പോൾ കുറുവ ദ്വീപിൽ വെച്ച മരിച്ച പോൾ. അപ്പോൾ കഴിഞ്ഞ 17 ദിവസത്തിനിടെ വയനാട്ടിൽ കൊല്ലപ്പെടുന്ന 3ാമത്തെ ആളാണ്. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് അങ്ങനെ ഇല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ജനുവരി 29-ന് തോൽപ്പെട്ടിയിൽ കാപ്പിത്തോട്ടം കാവൽക്കാരനായിരുന്ന ലക്ഷ്മൺ മരിച്ചു. ഫെബ്രുവരി 10-ന് മാനന്തവാടി സ്വദേശി അജീഷ് മരിക്കുന്നു. ഇന്നലെ പോളും മരിക്കുന്നു. അജീഷിനെ ഏത് രൂപത്തിലാണ് കടുവ കൊന്ന് ഭക്ഷിച്ചു എന്നൊക്കെ നമ്മൾ ആ വാർത്ത വായിച്ചതാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം വയനാട്ടിലെ ഈ ജനരോഷത്തെയും പ്രതിഷേധത്തെയും ഒക്കെ കാണാൻ. 2023 ജനുവരിയിൽ പുതുശ്ശേരി പള്ളിപ്പുറത്ത് തോമസ് എന്നൊരു കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാർച്ചിൽ അത് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ സർക്കാർ ആ ഘട്ടങ്ങളിൽ യോഗം ചേരുന്നു, ചില ഉറപ്പുകൾ നൽകുന്നു, അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് CPM-ന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു സമരവും നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ ഇന്ന് UDF MLA-മാരും പ്രതിഷേധ ചൂടറിഞ്ഞു. MLA-മാർക്ക് നേരെയൊക്കെ ആൾക്കാർ കൂക്കി വിളിച്ചു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാണല്ലോ. OR കേളുവിനെ ജനം നേരത്തെ വളഞ്ഞിരുന്നു. വയനാട്ടിലെ MP ഇതുവരെ എത്തിയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ എത്തുകയാണ്. അദ്ദേഹം നാളെ അവിടേക്ക് എത്തും. ഇന്നിപ്പോൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. അതിലെന്തൊക്കെയാണ് തീരുമാനങ്ങൾ? 250 ക്യാമറ വയ്ക്കാം, കൂടുതൽ വനം പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കാം എന്നതിനപ്പുറം എന്ത് ശാസ്ത്രീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി വയനാടിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ബന്ദിപ്പൂർ, നാഗർഹോള, മുതുമല എന്നീ 3 വന്യജീവി സങ്കേതങ്ങൾ സംഗമിക്കുന്ന വനമേഖലയാണ്. അപ്പോൾ കർണാടക സർക്കാരുമായി മികച്ച ഏകോപനമില്ലാതെ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ഈ ബെലൂർ മഗ്നയുടെ കാര്യത്തിൽ ഈ പ്രതിസന്ധി നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു മോഴയാന കേരള അതിർത്തി കടന്നുവെന്ന് നേരത്തെ അറിഞ്ഞിട്ടും സിഗ്നൽ ഡീകോഡ് ചെയ്യാനുള്ള സൗകര്യം കർണാടക നൽകിയില്ല. അതിൽ നമ്മൾ പ്രതികരിച്ചിരുന്നു. പക്ഷേ കർണാടകയോട് ശക്തമായി പ്രതികരിക്കുകയല്ല. നമുക്ക് പരാതിയുണ്ട്, പക്ഷേ അതിൽ വളരെ മൈൽഡായിട്ടുള്ള പ്രതികരണമാണ് കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായത്. കർണാടകയിൽ ഈ പറയുന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇലപൊഴിയും വനമേഖലയിൽ നിന്ന് വയനാട്ടിലെ അർദ്ധ ഇലപൊഴിയിൽ മേഖലയിലേക്ക് മൃഗങ്ങൾ വേനൽക്കാലത്ത് വരുന്നു. ഇപ്പോൾ വേനൽക്കാലമായല്ലോ. വയനാടൻ കാട്ടിലെ തന്നെ ജൈവിക സമ്പത്ത് കുറയുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. മൃഗങ്ങൾ അപ്പോൾ സ്വാഭാവികമായി നാട്ടിലേക്ക് പച്ചപ്പ് തേടി വരും. വനവിസ്തൃതി അളക്കുമ്പോൾ വനം വകുപ്പ് തന്നെ നട്ട തേക്കുകളും യൂക്കാലിപ്റ്റസും വരുന്നു. നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് എന്ത് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരം മരങ്ങൾ അവിടെ വളർത്താൻ തീരുമാനിച്ചതെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ജൈവിക ശോഷണത്തിന് കാരണമായി കൃത്രിമ തോട്ടങ്ങൾ വനങ്ങളിൽ നിന്ന് മൃഗങ്ങളെ പുറത്തേക്ക് എത്തിക്കാനാണ് സഹായിക്കുക. വനം വകുപ്പ് തന്നെ ഒരിക്കൽ കോടികൾ ചെലവിട്ട് നട്ട സെന്ന എന്ന മരം അതിപ്പോൾ പിഴുതുകൊണ്ടിരിക്കുകയാണ്. അതിന് പിഴുതെടുക്കാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുന്നു എന്നുള്ള. അപ്പോൾ ആരാണ് ഈ പഠനം നടത്തിയെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി കാടും നാടും തമ്മിലുള്ള വേർതിരിവ് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അതൊരു വേണമെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. മൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. മൃഗങ്ങളുടെ ഇല്ലാതായിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് പറയുന്ന മൃഗങ്ങളൊക്കെ ഇപ്പോൾ പെരുകിക്കഴിഞ്ഞിരിക്കുന്നു. ആനയുടെ കണക്കെടുത്താലും അതെ, കടുവകളുടെ കണക്കെടുത്താലും അതൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാടിന് അവരുടെ ഒരു ജൈവ വ്യവസ്ഥ, ഈ ചെറു തോടുകൾ നിർമ്മിക്കുക, തടാകങ്ങൾ നിർമ്മിക്കുക, അത്തരത്തിലുള്ള ഒരു വൈത്തിരി മാതൃക നടപ്പാക്കേണ്ടതുണ്ട്. വൈത്തിരി പഞ്ചായത്ത് ജനകീയ പങ്കാളിത്തത്തോടെ വേലി കെട്ടിയിട്ടുണ്ട്. ഒരു വർഷമായി ഇവിടെ വന്യജീവി ആക്രമണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടിയുണ്ട്. അപ്പോൾ അതൊരു നല്ല മാതൃകയാണ്. അതിലേക്ക് സർക്കാർ ആലോചന കൊണ്ടുവരേണ്ടതാണ്. ഇത് കൂടാതെ ഈ വന്യജീവികളെ ആക്രമിക്കാൻ വരുന്ന വന്യജീവികളെ എങ്ങനെ നേരിടണം എന്നതിലുള്ള നിയമങ്ങൾ വലിയൊരു പ്രതിസന്ധിയാണ്. അതിൽ കോടതികളും നിയമങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കൊലയാളി ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിടുകയല്ല വേണ്ടത്. അതിന് കാടിൻ്റെ അന്തരീക്ഷം തന്നെയുള്ള സംരക്ഷിത താവളങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്.
മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിടാൻ പോലും എന്തൊക്കെ നൂലാമാലകളാണ്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ് നിൽക്കുന്നത്. അപ്പോൾ സംഘർഷം ലഘൂകരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ വനം വകുപ്പ് ഇതിനൊക്കെ എത്ര തുക നീക്കിവെക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ബജറ്റിൽ അത് 50.85 കോടി രൂപയായിരുന്നു. ഈ ബജറ്റിൽ അത് 48.85 കോടി രൂപയാണ്. അപ്പോൾ ഇത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. സാഹചര്യം സങ്കീർണമാകുമ്പോൾ അതിലേക്ക് നീക്കിവെക്കുന്ന തുക കുറയുന്നു. ശാസ്ത്രീയമായ പഠനങ്ങൾ ഏത് രൂപത്തിൽ നടക്കുന്നു, ആര് നടത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെയും ഇതിലെ വിദഗ്ധരുടെയും അഭിപ്രായം തേടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. സുജിയ. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആൻഡ്രൂസ് സാറിന് ആ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി നന്നായിട്ട് അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ 36.48% വനമേഖലയുള്ള വയനാട്. ആ വയനാട്ടിൽ ഈ 3 ആഴ്ചക്കിടെ പൊലിഞ്ഞ 3 ജീവൻ, ആ 3 വ്യക്തികളെയും നമ്മളൊന്ന് എടുത്തു നോക്കൂ. തോൽപ്പെട്ടിയിലെ തോട്ടം കാവൽക്കാരൻ ലക്ഷ്മണൻ, അജീഷ്, ഒപ്പം പോൾ. ഈ 3 പേരുടെയും പ്രായം അതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. 3 കുടുംബങ്ങളുടെയും അത്താണിയാണ്. അതായത് ലക്ഷ്മണന്റെ പ്രായം 50 വയസ്സ്, പോളിന്റെ പ്രായം 49 വയസ്സ്, അജീഷിന്റെ പ്രായം 47 വയസ്സ്. ഇപ്പോൾ ആ കുട്ടി ഇന്ന് സംസാരിച്ച പോളിന്റെ മകൾ സോന 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ ഒരാളെയാണ് ആ ഉപജീവനത്തിനായി പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം തോട്ടത്തിൽ നിൽക്കുമ്പോൾ വന്യമൃഗം ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും. ഇത് ഈ പുതുവർഷം തുടങ്ങിയതിന് ശേഷമുള്ള ഇപ്പോൾ ഇക്കഴിഞ്ഞ 17 ദിവസത്തിനിടയിലാണ് ഈ 3 മരണവും സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ അടുത്തത് സംഭവിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു നിഗമനമുണ്ട്. അതായത് മനുഷ്യജീവൻ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ ഇല്ലാതാകുന്നതിൻ്റെ ഇടവേള കുറഞ്ഞു വരികയാണ്. ആ ഇടവേള കുറയുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ്. നേരത്തെ മാസത്തിൽ ഒരിക്കലാണ് ഒരു കൊലപാതകം, ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ തുടരെ തുടരെ സംഭവിക്കുകയും അത് നമുക്കൊരു വലിയ സംഭവമായി മാറാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് വനം മന്ത്രിയുടെ അലംഭാവം അല്ലെങ്കിൽ വനം മന്ത്രി എത്രത്തോളം ആ ഒരു പദവിയിലിരിക്കാൻ വനം വകുപ്പ് നോക്കാൻ കേപ്പബിൾ ആണ് എന്ന ചോദ്യം ഉയരുന്നത്. ഈ വനം മന്ത്രി ഒരു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് പോലും പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. കാട്ടാനയുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കണം, അപ്പോഴേ മനസ്സിലാകൂ ഞങ്ങളുടെ വേദന എന്ന് ഇന്ന് പുൽപ്പള്ളിയിൽ തടിച്ചുകൂടിയ മനുഷ്യർ പറയുകയാണ്. അത് സത്യമാണ്. കാരണം അവിടെ ജീവിക്കുന്നവരെ അറിയൂ. തൻ്റെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച തൻ്റെ കുടുംബം അവർ വന്യമൃഗത്തിന് മുന്നിൽപ്പെട്ട് അല്ലെങ്കിൽ ആ ആക്രമണത്തിനിരയായി മരിക്കുമോ എന്ന് പേടിച്ച് ജീവിക്കുന്നവരെ അത് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കാത്ത, ആ ഒരു ഗൗരവത്തോടെ അത് മനസ്സിലാക്കാത്ത ഒരാളെ വയനാടിൻ്റെ ചുമതല, ഒപ്പം വനം വകുപ്പിൻ്റെ ചുമതല, ഇത് രണ്ടും കൊടുത്തിരുത്തിയിരിക്കുന്ന സർക്കാർ അത് പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് NCPയിൽ നിന്ന് തന്നെ ഇപ്പോൾ അജിത് പവാർ വിഭാഗം NCP എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ശശീന്ദ്രനെ മാറ്റൂ എന്നുള്ള രീതിയിലാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. അത് അവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും തെറ്റില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം വനം മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും ഇൻകേപ്പബിളായി പ്രവർത്തനം നടത്തുന്ന ഒരാളെ മാറ്റുന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി എടുക്കേണ്ട ഒരു കോളാണത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടേക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ, അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ. ഇന്ന് നോക്കൂ, പ്രതിപക്ഷത്തിൻ്റെ MLA മാർ ജനരോഷത്തിനിടയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും ഈ ജനരോഷം മുഴുവൻ ഏറ്റുവാങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി അവിടെ കാണുന്നില്ല, ഒരു ജനപ്രതിനിധിയെ കാണുന്നില്ല. CPIM-ന്റെ എനിക്ക് തോന്നുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ളതോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലുള്ളതോ ആയ 1-2 പേരല്ലാതെ ഒരു മനുഷ്യരെയും ആ ദൃശ്യങ്ങളിൽ ഒരിടത്ത് നമുക്ക് പുൽപ്പള്ളിയിൽ കാണാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യർ ആ മൃതദേഹവും വെച്ചുകൊണ്ട് കടുവ കടിച്ചു തിന്ന കന്നുകാലിയുടെ ജഡം കൊണ്ട് വനംവകുപ്പിന്റെ ജീപ്പിന്റെ പുറത്ത് കെട്ടിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുമ്പോഴേക്കും അവിടേക്ക് വരാൻ അല്ലെങ്കിൽ അതിനൊരു എസ്കലേറ്റ് ചെയ്യാൻ, ആ ഒരു സീനിൽ നിന്ന് കൃത്യമായി ആളുകളെ ഒന്ന് പിന്മാറ്റാൻ കൈകാലിട്ടടിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ 2 MLA-മാരാണ്, ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും. അവിടേക്കൊന്ന് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിയാത്ത ഒരു മന്ത്രി എന്തിനാണ് എന്ന് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫെബ്രുവരി 20-ന് ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുകയാണ്. ഉന്നത തലത്തിലിരുന്ന് കൂടിയാലോചന നടത്തിയാൽ ആന വരാതിരിക്കും, കടുവ വന്ന് ആക്രമിക്കാതിരിക്കും. മനുഷ്യൻ വീണ്ടും ഞാൻ നാളെ മരിക്കുമോ അതോ മറ്റന്നാൾ മരിക്കുമോ എന്നുള്ള പേടിയിൽ കഴിയേണ്ട സാഹചര്യം തന്നെയാണ്. ഇത് വയനാട്ടിലെ മാത്രമല്ല, കണ്ണൂരായാലും പാലക്കാടായാലും ഇടുക്കിയായാലും. ചക്കക്കൊമ്പൻ എപ്പോഴിറങ്ങും, ചക്കക്കൊമ്പൻ എന്നെ കുത്തിമലർത്തുമോ എന്ന് പേടിച്ചിറങ്ങുന്ന മനുഷ്യർ അവിടെ ഇടുക്കിയിലുണ്ട്. കണ്ണൂരായാലും പാലക്കാടായാലും ഒക്കെ ഈ വന്യമൃഗത്തിൻ്റെ ശല്യമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, ഇപ്പോൾ 13 വർഷമായി, അതായത് വനത്തെയും വന്യമൃഗത്തെയും പരിപാലിച്ചു വന്ന കാടറിയുന്ന ഒരു മനുഷ്യനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. 5 കാട്ടാനക്കൂട്ടമാണ് ഈ കുറുവ ദ്വീപിലെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനം സംരക്ഷണ സമിതി ജീവനക്കാരൻ പോളിൻ്റെ നേരെ പാഞ്ഞെടുത്തത്. പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടി. പോളിന് കാടറിയാം, വന്യജീവി അറിയാം. പോൾ ഓടിയെങ്കിലും പോളിനെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ചവിട്ടിയിടുകയാണ്. എന്നിട്ട് വാരിയലിൽ ചവിട്ടി ഒടിച്ച് ഒരു
ഒരു കുടുംബത്തിന്റെ അത്താണി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ കുട്ടി അത്രയും ആത്മരോഷത്തോടെ സംസാരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം വനത്തെക്കുറിച്ചൊക്കെ ആ അച്ഛൻ പറഞ്ഞ ആ മകൾക്കറിയാം, അല്ലെങ്കിൽ ഈ വന്യജീവിയുടെ ആക്രമണത്തെക്കുറിച്ച് ആ സോനയ്ക്കറിയാം. അതുകൊണ്ടാണ് സോന അങ്ങനെ പ്രതികരിക്കുന്നത്. നേരത്തെ ബേലൂർ മക്നയെ കുറിച്ച് പറഞ്ഞു. ബേലൂർ മക്നെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പറയുന്നു ആന്റണി എത്തിയില്ല, ആന്റണി എത്തിയാൽ ഇപ്പോൾ ശരിയാക്കുമെന്ന്. 7 ദിവസമായി ആന്റണിയും ഇല്ല, സിഗ്നലും ഇല്ല. മക്നെ എവിടെയൊക്കെയോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള മോഴയാണ് ആക്രമണകാരിയായി തിരിച്ചിങ്ങോട്ട് വരുന്നു. വനംവകുപ്പിന്റെ അല്ലെങ്കിൽ RRTയുടെ ടീം പേടിച്ചോടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണോ വനംവകുപ്പിന്റെ ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സ്വൈര ജീവിതം ഒരുക്കേണ്ടത്? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വാരാണസിയിൽ നിന്ന് കണ്ണൂരിൽ പറന്നിറങ്ങിയ രാഹുൽ ഗാന്ധി, മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഒരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണിത്. ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹം 2024 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പോൾ പ്രോമിസ് ഈ മാൻ വൈൽഡ് കോൺഫ്ലിക്റ്റിന് അതിനാവശ്യമായ സുരക്ഷ ഒരുക്കാനായി ആ ജനങ്ങൾക്കൊപ്പം ആ ജനങ്ങളുടെ ഈ ഭീതി ഞാൻ ഉൾക്കൊള്ളുന്നു എന്നൊരു പ്രഖ്യാപനം നാളെ കൽപ്പറ്റയിൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി നടത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പോൾ പ്രോമിസ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം നമ്മൾ നോക്കും. നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? നമ്മളിപ്പോൾ ഈ AC റൂമിന്റെ ശീതളിമയിലിരുന്ന് ചർച്ച ചെയ്യുകയാണ്. 8 ദിവസവും മുൻപും തോളിൽ ചുമന്നുകൊണ്ട് മൃതദേഹം തോളിൽ ചുമന്നുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നു. ഇന്ന് മൃതദേഹം പുറത്ത് വെച്ച് അത്രയും സമയം പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇനി ആ മൃതദേഹം അഴുകി തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാരൻ വന്ന് പറയുകയാണ്. അപ്പോൾ 8 ദിവസം കൂടുമ്പോൾ ഓരോ മൃതദേഹവും ഏന്തിക്കൊണ്ടുള്ള പ്രതിഷേധം കാണണോ വനംവകുപ്പിന്? ഇനിയും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനായി കാത്തിരിക്കുകയാണോ വനംവകുപ്പ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. കൃത്യമായ അവഗണനയാണ്. ആ അവഗണനയ്ക്ക് കൃത്യമായ മരുന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഈ വനമന്ത്രിയെ പുറത്താക്കുകയെങ്കിലും മുഖ്യമന്ത്രി ചെയ്യണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ. നോക്കൂ, ഇപ്പോൾ വയനാടിനോട് അവഗണനയോ എന്ന ചോദ്യത്തിന് പൊടുന്നനെ സംഭവിച്ച ഒരു അവഗണനയാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വയനാടിനോടുള്ള അവഗണന എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ആകെ 8 ലക്ഷം പേര് മാത്രം താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും ജനവാസം കുറഞ്ഞ ഒരു ജില്ലയാണ്. 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ വയനാട് ജില്ലയിൽ. ഇവിടെ ഒരു മഹാദുരന്തത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയും നമ്മൾ ഇതേപോലെ തന്നെ 1 മണിക്കൂറോളം വിശദമായി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു പ്രശ്നം ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ വയനാടിനോടുള്ള നമ്മളുടെ സമീപനം എന്താണെന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു മെഡിക്കൽ കോളേജ് നമ്മളവിടെ സ്ഥാപിച്ചു. ആ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിലും കണ്ടൊരു കാത്ത് ലാബ് അവിടെ ഉദ്ഘാടനം ചെയ്തു, കുറച്ച് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതൊന്നും തന്നെ അവർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള യാത്ര ചുരം വഴിയാണ്. അത് നിശ്ചയമായും വലിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടായാൽ അടുത്തൊരു സ്ഥലത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഓടിയെത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആശാസ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പാതകളുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു മെഡിക്കൽ കോളേജോ 1-2 മെഡിക്കൽ കോളേജോ വരണ്ടൊരു ജില്ലയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമീപനം എന്തുകൊണ്ട് വയനാടിനോട് സ്വീകരിക്കുന്നു? അത് ഒരു മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല, കാലാകാലങ്ങളായി മാറി വന്ന സർക്കാരുകൾക്കെല്ലാം ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണത്. ഒരു ജനതയെ നമ്മൾ അവഗണിച്ചിട്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ നൽകുന്നതിൽ പോലും. എന്നാൽ അവരാകട്ടെ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം കൂടിയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ലാഘവത്തോടെയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുരങ്കപാത പോലുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര കാലത്തിന് മുമ്പ് വരേണ്ട കാര്യമാണ് ഈ തുരങ്കപാത അടക്കമുള്ള കാര്യങ്ങൾ. അവിടെ അത് ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ആൻഡോ സാർ അത് വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുത്തെ സൗകര്യമില്ലായ്മയുടെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ 2015 സർക്കാരിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 620 കോടി രൂപയുടെ പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു നിയമസഭാ കമ്മിറ്റി ഉണ്ടാക്കി പഠിച്ചിട്ട് അവിടെ ഈ പറയുന്ന വനത്തിൽ നിന്നുള്ള മൃഗങ്ങളുടെ വരവൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് 620 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പുതിയ സർക്കാർ 7000 കോടി രൂപയുടെ ഒരു വയനാട് സ്പെഷ്യൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണം ആ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ റോഡിലൊക്കെ കണ്ടതെന്ന് പറയുന്നത് അവിടുത്തെ ഈ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ മുഴുവൻ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കതിനെ ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ളൊരു അവഗണനാ മനോഭാവം ഇനി തുടരാനും കഴിയില്ല. കാരണം അവിടെ മനുഷ്യർ മരിക്കുന്നു. ഇപ്പോൾ 17 ദിവസത്തിനുള്ളിൽ നിങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ 3 മരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇനിയും അത് ആവർത്തിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അവിടെ നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് രക്ഷപ്പെട്ട മനുഷ്യരെയാണ് നമ്മളവിടെ കാണുന്നത്. ഒന്നുകിൽ കാട്ടുപോത്തിന് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ കടുവയ്ക്ക് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ പുലിക്ക് മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയ മനുഷ്യരാണ് ഈ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ആളുകൾ കൊല്ലപ്പെടാവുന്നൊരു സാഹചര്യം. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മളുടെ സമീപത്തുള്ള ജില്ലയാണ്.
അപ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് പ്രയോറിറ്റി തീരുമാനിക്കണം. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സർക്കാരിൻ്റെയോ മാത്രം ബാധ്യതയല്ല. അവിടെ ആ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് ആ ജനതയെ സംരക്ഷിക്കാനുള്ള മുൻകൈ സർക്കാർ എടുക്കണം. അത് പ്രയോറിറ്റൈസ് ചെയ്തേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് സ്ഥിതി. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു പൊളിറ്റിക്കൽ വില്ലാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം ആദ്യഘട്ടത്തിൽ. സ്മൃതി, ഈ മെഡിക്കൽ കോളേജിൻ്റെ അതാണ് കാര്യം ആശുപത്രി മെഡിക്കൽ സൗകര്യം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ഉണ്ണി സാർ പറഞ്ഞു. ഇപ്പം എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? അവിടെ ഒരു താലൂക്ക് ആശുപത്രിയാണ്, മാനന്തവാടി താലൂക്ക് ആശുപത്രി. ഉമ്മൻചാണ്ടീൻ്റെ ഭരണസമയത്ത് വയനാട് കൽപ്പറ്റ ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു 50 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജ് പണിയാമെന്ന് തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം സ്ഥലത്തിൻ്റെ പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ പറയും. അതൊക്കെ സിറ്റിയിലുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സംവിധാനത്തെ തച്ചുടച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ലാതെ അവിടെ ഇലക്ഷൻ നേരിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ജില്ലാ ആശുപത്രിനെ എന്ത് ചെയ്തു? ബോർഡങ്ങ് മാറ്റി, മെഡിക്കൽ കോളേജ് എന്നാക്കി. ഇതാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ്. ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിൽ വന്നിട്ട് മെഡിക്കൽ കോളേജ് ആയതാണത്. അല്ലാതെ അവിടെ ഒരു അതിനുശേഷം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലല്ലോ. ഒരു സാധാരണ വേറെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മെഡിക്കൽ സംവിധാനങ്ങളുള്ള ഒരു ജില്ലേനെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയാണോ? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ണി സാറേ മെഡിക്കൽ കോളേജിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആൾക്കാരെ റെഫർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ പറയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജില്ലേ, വയനാട് മെഡിക്കൽ കോളേജുണ്ട്, നിങ്ങളത് കണ്ടിട്ട് വോട്ട് ചെയ്തോണം എന്ന് പറയാണ്. ഇന്ന് സോന പോളിൻ്റെ മകൾ പറയുന്ന കേട്ടില്ലേ, അവിടെ ഒരു സംവിധാനം 10:30 മണിക്ക് ആ മനുഷ്യനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ജനങ്ങൾക്ക് ചെയ്യാൻ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ആ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാം. അവരത് വിശ്വസിക്കുന്നില്ല. ഇതിന് ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണ്. കാരണം എന്താണ് ഉറപ്പാന്ന് പറയാൻ കാരണം എന്താ? ആ സംവിധാനങ്ങൾ അവിടെ ഇല്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ നോക്കുകയാണ്. എത്ര മണിക്കൂറാണ് കോയമ്പത്തൂർ ഹെലികോപ്റ്റർ? ചുരുങ്ങിയത് 1 മണിക്കൂർ വേണ്ടേ? വയനാട്ടിൽ വരുന്നു. അവിടെ വരുമ്പോഴാണ് അറിയുന്നത് എന്ത്? ഈ സാധനത്തിൻ്റെ അകത്ത് പ്രതിനെ കൊണ്ടുപോകാനുള്ള ഈ രോഗിയെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ലയെന്ന് അറിയാണ്. ഹെലികോപ്റ്റർ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ആ സംവിധാനത്തിൽ മാനന്തവാടിയിൽ നിന്ന് ഒരു വണ്ടി റോഡ് മാർഗം ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിന് മിനിമം 3.5 മണിക്കൂർ 4 മണിക്കൂർ വേണം. അത് എത്ര സ്ഥലത്ത് കൂടെ വയനാട് ചുരം ചില്ലറ കാര്യമല്ല. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ റോഡിൽ കൂടെ വളവും തിരിവുള്ള വയനാട് ചുരം ഇറങ്ങി കോഴിക്കോട് എത്തിക്കുക 4 മണിക്കൂറാണ്. മരിച്ചില്ലെങ്കിൽ അതിശയമുള്ളല്ലോ. എന്നിട്ട് പോകുന്ന വഴിക്ക് കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ കയറ്റുന്നു, താലൂക്ക് ആശുപത്രി തുടർ ചികിത്സ കൊടുക്കുന്നു, വൈത്തിരി താലൂക്ക് ആശുപത്രി കയറ്റുന്നു, അവിടെ തുടർ ചികിത്സ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവാണ്. എങ്ങോട്ടാണ് നമ്മൾ ഈ കൊണ്ടുപോകണേ? മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം 4.5 മണിക്കൂർ ആ മനുഷ്യൻ ജീവിക്കില്ല എന്ന് നമുക്ക് സാമാന്യം ബോധിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എത്ര പൈസ വേണം ഉണ്ണി സാറേ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് പണിയാൻ? എത്ര പൈസയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ്? എന്തുകൊണ്ടാണ് പണിയാത്തത്? അവിടെ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഒരു പണിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിന് സ്വാർത്ഥ താല്പര്യമുള്ള മറ്റുള്ള മുതലാളിമാർ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വയനാട്ടിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, അറിയാവോ? മേപ്പാടി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അതുള്ളതോടത്തോളം കാലം അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരില്ല. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? വയനാടിൻ്റെ മൂലയിൽ കൊണ്ടിട്ട് ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ സ്ഥലം എടുത്തിരിക്കുകയാണ്. എവിടെ? കണ്ണൂരിൻ്റെ ബോർഡറിൽ. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ സംവിധാനം ഉണ്ടാക്കിയത് എവിടെയായിരുന്നു അറിയോ? കണ്ണൂരിൻ്റെ ബോർഡറിൽ. എവിടെയാണ്? കൽപ്പറ്റ എന്ന് പറയുന്നത് സെൻറ്ററാണ്, സിറ്റി. അത് ബത്തേരിയിൽ നിന്നാണെങ്കിലും മാനന്തവാടിയിൽ നിന്നാണെങ്കിലും വൈത്തിരിയിൽ നിന്നാണെങ്കിലും സിറ്റിയിൽ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് പണിയാൻ പറ്റും. പണിയില്ല. ഏതോ അപ്പോൾ എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. മനുഷ്യനായ ജനങ്ങൾക്ക് രോഗം വന്ന് എന്ത് ചെയ്യും? ഇപ്പോൾ കാട്ടാനെ ആക്രമണമല്ല, ഇപ്പോൾ കാട്ടാനെയോ പുലിയോ പിടിച്ചത് മാത്രമല്ല, ആക്സിഡന്റ് ഉണ്ടായാലും എങ്ങോട്ടാണ്? വന്യജീവി ആക്രമണത്തിന്റെ പരിഹാരമായിട്ടല്ല നമ്മൾ മെഡിക്കൽ കോളേജ് ഇല്ല. അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്. പിന്നെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ബേസിക് നീഡാണ്. ഈ 2 നീഡിന് പൊളിറ്റിക്കൽ വില്ല് വേണം. അതൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നില്ല ഇന്നത്തെ ഈ ജനവികാരം കണ്ടിട്ട് ഇനി ജനങ്ങൾ അംഗീകരിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത്രയധികം അതിശക്തമായ വികാരം. ഒരു കേസുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ജനവികാരം തണുപ്പിക്കുക എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം എന്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അറിയോ? ഒന്നിപ്പോൾ കാർഷിക വിളവെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ കാപ്പി പറിക്കുന്ന സമയമാണ്. തോട്ടത്തിൽ ആൾക്കാരെ കിട്ടണം. പണിക്കാരെ കിട്ടാനില്ല. വയനാട്ടിൽ പണിക്കാരെ കിട്ടാനില്ല. രണ്ടാമത് കർണാടകയിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവരണം. കർണാടകയിൽ നിന്ന് ഈ കാരണങ്ങൾ വളരെ കുറവ് ആൾക്കാരെ വരുന്നുള്ളൂ.
അപ്പോൾ അത് വളരെ അപ്പോൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ തന്നെ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് തോട്ടത്തിൽ കാപ്പി പറിക്കാൻ ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇറങ്ങുന്ന എത്ര പേരാ? ഒരാളോ രണ്ടാളോ ആണ് ഈ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മുളക് പറിക്കേണ്ട സമയമാണ്. മുളക് പറിക്കാൻ ഒരാളാണ്, ഒരു ഗ്രഹനാഥൻ, 1 ഏക്കർ സ്ഥലമുള്ള ഒരു ഗ്രഹനാഥൻ ഇറങ്ങുന്നത്. ഈ 1 ഏക്കർ സ്ഥലം അയാൾ തിരിച്ച് വന്നോ വന്നില്ലെന്ന് പോയി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഇറങ്ങേണ്ട സമയം, തോട്ടത്തിൽ നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് തോട്ടത്തിലാണ് പാതി തിന്നിട്ടത്. അല്ല, അതാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അജീഷിൻ്റെ സമയം ഉണ്ടായ, ഞാൻ മിഡ് കേസിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തോട്ടത്തിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഇന്നത്തെ സിറ്റുവേഷൻ. അതിനുശേഷം 3 എണ്ണം നടന്നു. അജീഷിന്റെ മരണം ശേഷം, കടുവ ആക്രമിച്ച ശേഷം 3 മരണം നടന്നു. ഞാൻ പറഞ്ഞ എന്താണ്, തോട്ടത്തിലേക്ക് പോയി തിരിച്ചു വരുമെന്ന് ഓരോ ഉറപ്പില്ല. അത് പ്രജീഷ്. അപ്പോൾ ഇതിന്റെ സംവിധാനം എന്താണ്? ഇത് ഒരു ആൾ വിചാരിച്ചാൽ മാത്രം തീരുന്ന ഒരു പക്ഷേ. ഇപ്പം ഞാൻ മിനിങ്ങാന്ന് വേലൂർ മക്നേൻ്റെ കേസ് വന്നപ്പോൾ RRT ടീമിന് 2 എണ്ണത്തെ കൂടെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തു. ഒരു RRT 2 പേര് നല്ലതാണ്. RRT ടീമിൽ കൂടും, 4, 5, 10 ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ്, RRT ടീമിൻ്റെ അവസ്ഥ എന്താണ്? ആക്രമിച്ച ആനകളെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് RRT ടീം. നമ്മളൊരു RRT ടീമിൽ മേലൂർ മക്കളെ പിടിക്കാൻ വേണ്ടി എത്ര പേരാ പോകുന്നത്? വലിയ ടീമാണ്. 200 അംഗ ടീം, 10-25 വണ്ടി, ഫെസിലിറ്റി അടക്കം പോയേക്കാണ് വേലൂർ മക്ബനെ പിടിക്കാൻ വേണ്ടിയിട്ട്. എത്ര ദിവസം, എത്ര എക്സ്പെൻസാണ്. എന്നിട്ട് നമ്മുടെ നീക്കിരിപ്പ് എത്രയാണെന്നറിയോ ബഡ്ജറ്റിൽ? 48 കോടി. ഈ പറയുന്ന ഇഷ്യൂസ് മൂത്തം ഡെവലപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് 48 കോടി. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മേടിച്ചു കൊടുക്കേണ്ട MP ആണ്, അവിടുന്ന് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മേടിച്ചു കൊടുക്കേണ്ട ആരാ? MP ആണ്. ഇതൊരു വനം പരിസ്ഥിതി എന്ന് പറയുന്നത് വനം പരിസ്ഥിതി എന്ന് പറയുന്നത്, ഈ വന്യജീവി വനം പ്രശ്നം എന്ന് പറയുന്നത് അതൊരു കേന്ദ്ര വിഷയം കൂടിയാണ്. ആ കേന്ദ്ര വിഷയത്തിൽ വളരെ ശക്തമായി ബാധ്യത രാഹുൽ ഗാന്ധി. സാറേ, ഇതിനകത്ത് ഒരു കാര്യം, ഒരു ജനപ്രതിനിധി വിചാരിച്ചാലൊന്നും വയനാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ രസം പറയാം. വയനാട്ടിൽ ഈ അവഗണന വരാൻ കാരണം എന്താണെന്നറിയോ? 3 നിയമസഭാ മണ്ഡലമേ ഉള്ളൂ. 2 നിയമസഭാ സംഭരണ വരണം. ഏത്? മാനന്തവാടിയും ബത്തേരി സംഭരണത്തിലുള്ള 2 നിയമസഭയും കൽപ്പറ്റ 3. ബാക്കി എല്ലാ ജില്ലകൾക്കും 10, 12 MLA-മാരാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കലി അല്ലാത്ത ഒരു വിഭാഗം ഒരു പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ 2 MLA-മാരെ തന്നില്ലേ? ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്നേ. ഞങ്ങൾ 10 MLA ഉള്ള സ്ഥലത്ത് കൊടുക്കും. നിങ്ങൾ ഇപ്രാവശ്യം ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കോളൂ, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കോളൂ, ഏത് ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കോളൂ. വയനാടിന് 6000 കോടി രൂപയുടെ പാക്കേജ് തോമസ് ഐസക്കിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ അകത്ത് 60 കോടി, 6000-ൽ 60 കോടി 1% ചിലവാക്കാൻ പറ്റിയില്ല. 48 കോടിയോ 47 കോടിയിൽ നിർത്തി പരിപാടി. എന്തുകൊണ്ടാണ്? ഞാൻ അവിടെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. ചോദിച്ചു വാങ്ങാൻ ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല. 2 MLA-മാരെ കൊണ്ടോ 3 MLA കൊണ്ടോ പറ്റില്ല. ചോദിക്കാൻ ആളില്ല. കാരണം 3 പേരേ ഉള്ളൂന്നേ. ചെറിയ സ്ഥലം, കേരളത്തിലെ ഏറ്റവും ചെറിയ സ്ഥലം, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സ്ഥലം, 8 ലക്ഷം ആൾക്കാർ. ഇപ്പം നമ്മൾ കണ്ടല്ലോ, സിദ്ദിഖും IC ബാലകൃഷ്ണനും അവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? കഷ്ടപ്പെടുന്നത് കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ORKകളും കഷ്ടപ്പെടുന്നുണ്ട്. ORKകളും നിവൃത്തിയില്ല പറയാൻ. ആ മനുഷ്യൻ, ഞാൻ പറയുന്നത്, ഈ വേലൂർ ഭക്തൻ്റെ കേസ് പറഞ്ഞിട്ട് അദ്ദേഹം CPM-ൻ്റെ MLA ആണ്. കഷ്ടപ്പെട്ട് രാത്രി പകൽ ഓടുന്നുണ്ട് അവിടെ, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കാർ ഒരു ഡിസിഷൻ എടുക്കാതെ, സർക്കാർ ഇതാ ഞങ്ങൾ 2000 കോടി രൂപ അല്ലെങ്കിൽ 1500 കോടി രൂപ ഇതാ ഞങ്ങൾ ഈ വനത്തിന് വേണ്ടിയിട്ട് മാത്രം പ്ലാൻ ചെയ്തു, ഇതാണ് അതിൻ്റെ പ്ലാൻ, ഇതാണ് ചെയ്തത്, ഇതാണ് ഞങ്ങൾ റോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഞങ്ങൾ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പണിയുമെന്ന് തൻ്റെ അടുത്തോടെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണെന്നറിയോ? ഇന്ന് ഈ പറയുന്ന സോനേൻ്റെ വാക്ക് കേട്ടോ, ഒറ്റ വാക്കേ പറയുള്ളൂ. ഇതാ സോന, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അടുത്ത വർഷം ഈ സമയത്ത് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് വയനാട്ടിൽ ഉണ്ടാവും എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. വേണ്ടേ? അതാണ് പറയേണ്ടത്. വയനാട് ഒറ്റ വാക്കിൽ തീർന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി വിചാരിച്ച് നടക്കാത്ത കാര്യമാണോ? അങ്ങനെയെങ്കിലും ആവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വേണ്ടത്? രണ്ടാമത്തെ കാര്യം രാത്രികാലം നിരോധനം. ആകെ 3 റോഡ്, അതിലത് 5 റോഡാണ് മൊത്തം ഉള്ളത്. 2 കർണാടകയിലേക്കും 2 കോഴിക്കോട് ജില്ലയിലേക്ക്, 1 കണ്ണൂർ ജില്ലയിലേക്ക്, 5 റോഡാണ് മൊത്തം വയനാടുമായി ബന്ധിപ്പിക്കുന്നത്. അതിനകത്ത് 3 ചുരം, 1 രാത്രി അടച്ചിടും. വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? വയനാട് ജില്ല അല്ലാതെ. വയനാട് ജില്ലയിലെ ഒരു ഗതികേടാണ് ഞാൻ പറയുന്നത്. രാത്രി 9 മണി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. 9 മണി അടച്ചേക്കാണ്. നിങ്ങൾ ഇത് കെട്ടി അടയ്ക്കമാണ്. വയനാടിനെ കെട്ടി അടച്ചിരിക്കുകയാണ്. ആ കെട്ടി അടച്ചത് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തോടുകൂടി ഗവൺമെൻറ് ഇറങ്ങാതെ പറ്റില്ല. ഇപ്പോൾ കർണാടകയ്ക്കൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസിന് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്.
കോൺഗ്രസ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോ ഇവിടുത്തെ KPCC പ്രസിഡന്റിനോ വിചാരിച്ചാൽ കേരളത്തിലെ കർണാടകയിൽ ഒത്തിരി കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. വയനാടിന് വേണ്ടി അതിനേക്കാളും വലിയ കാര്യം എന്താ, രാഹുൽ ഗാന്ധി വയനാട് MP ആണെന്നുള്ളതും കൂടിയാണ്. എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഇവർ ഒത്തൊരുമയോടുകൂടി ഞാൻ ഇവർ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അടി ഉണ്ടാക്കാനോ ബഹളം ഉണ്ടാക്കാനോ. പക്ഷേ എന്താണ്, ഇതൊരു പ്ലാൻ ആയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നെങ്കിലും ഒരു കാര്യത്ത് ഇന്ന് ഒരു ദിവസം കളയരുത്. ഞാൻ പറയണേ, ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് തീരുമാനമെടുത്തിട്ട് ഒരു പ്ലാനോട് കൂടി പോകണം. അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിക്കണം. പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറയുമോ, വയനാടിനെ അറിയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വയനാട്ടിൽ വരണം. മനസ്സിലായോ? വയനാട്ടിൽ അറിയുന്നവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വയനാട് വന്യജീവി എന്താണെന്ന് ഇപ്പോൾ സുജയ പാർവതി പറയുന്നത് കേട്ടു. 50 വയസ്സുള്ള മനുഷ്യനാണ്, 48 വയസ്സ്. നമ്മളെ കൊണ്ട് ഓടാൻ പറ്റുമോ? ഒരാന വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 70 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യന് എടുത്തിട്ട് ഓടാൻ പറ്റുമോ? നമുക്ക് ഓടാൻ പറ്റില്ല. നമ്മൾ വീണു പോവും, 100% വീണു പോകും. നമ്മൾ CCTV വിഷ്വൽസ് കണ്ടതല്ലേ മനുഷ്യൻ വീഴുന്നത് എങ്ങനെയാന്ന്. നമ്മൾ വീണിരിക്കും. ആനേൻ്റെയോ പുലിൻ്റെയോ കടുവേൻ്റെയോ മുന്ന് 10 അടി മുന്നോട്ട് പോകില്ല. രണ്ടുപേരും വീണിട്ടാണ് മരിച്ചത്. അല്ല, വീഴും സാർ. കാരണം അത് അങ്ങനെയാണ്. ഒരു വന്യമൃഗം നമ്മളെ ഓടിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് എന്താണ്, ഞാൻ തോട്ടത്തിൽ കൂടെ പോയി. ഞാനിത് അനുഭവം പറയണ്ട എന്ന് വിചാരിച്ചതാണ്. തോട്ടത്തിൽ പോയപ്പോൾ കാപ്പി പറിക്കുന്ന സീസണാണ്, കാപ്പി പറിക്കുന്നുണ്ട്. ഞാൻ തോട്ടത്തിൽ കൂടെ പോയി. 6 കാട്ടുപോത്താണ് നിൽക്കുന്നത്. 6 കാട്ടുപോത്ത്. ആരുടെ തോട്ടത്തിലാണ്? നമ്മുടെ തോട്ടത്തിലാണ് 6 കാട്ടുപോത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ 50 മീറ്റർ ഇപ്പുറം നിന്നതിനെ കണ്ടു. അപ്പോൾ കാട്ടുപോത്ത് നമ്മളെയും കണ്ടു, നമ്മൾ കാട്ടുപോത്തിനെയും കണ്ടു. ആ സാധനം അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ 5 പേരുണ്ട്. കാപ്പി പറിക്കുന്ന പണിക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇത് ഇങ്ങോട്ട് വന്നില്ല. ഇത്ര ആൾക്കാർ നിൽക്കുന്നു. 2 പേരാണെന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലെങ്കിൽ 3. ഇത് അവിടെ സാധാരണ തോട്ടത്തിലുള്ള അവസ്ഥയാണ്. ഒരു തോട്ടത്തിൽ 10 പന്നി ഉണ്ടാവും. അതിപ്പോൾ അവിടെ സ്ഥിരമായി ആ സംവിധാനങ്ങൾ. കൃഷിയുടെ സാഹചര്യം മാത്രമല്ല, ടൂറിസത്തെയും ഇനി വല്ലാത്ത രീതിയിൽ ബാധിക്കുമല്ലോ. ടൂറിസത്തെ ബാധിക്കില്ല. ഞാൻ പറയുന്നത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് ഇപ്പോൾ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഐഡിയ ആണ്. അതിപ്പോൾ പറഞ്ഞാൽ ഇതിൽ കൂടെ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവിടെ വനവും പിന്നെ ജനവാസ കേന്ദ്രവും തിരിച്ചു വന്ന് വെക്കുക. അവിടെ ഒരു മീറ്റർ വീതിയിൽ ഒരു 25 അടി ഹൈറ്റിൽ മതിൽ കെട്ടിയാൽ തീരുന്ന പ്രശ്നം എവിടെയുള്ളൂ. ഒരാനയൊന്നും ചെയ്യില്ല. ഈ മതിൽ കെട്ടുന്നത് എത്ര കണ്ട് പ്രായോഗികമാണ്? നമുക്ക് അങ്ങനെ മതിൽ കെട്ടി വേർതിരിക്കും. ഇപ്പം സാധാരണഗതിയിലൊരു സർക്കാർ പ്രൊജക്റ്റ് വരുമ്പോൾ ഉടനെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഴിമതി ആരോപണം വരും. പിന്നെ മാത്രമല്ല ഈ മതിൽ പൊളിയും അതിലൂടെ കടന്നു വരുന്നു എന്നുള്ള പ്രശ്നം. കണ്ണൂർ മതിൽ കെട്ടിയിട്ടുണ്ട് സാറേ. അതെ ഉണ്ട്. ആറളത്ത് പ്രാക്ടിക്കലാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് നേരത്തെയും ഉണ്ടായിരുന്നല്ലോ ഈ കാടും മനുഷ്യരും ഒക്കെ തന്നെയും. നേരത്തെ ഇതിനകത്ത് ഈ എണ്ണം കൂടിയതിനെ എങ്ങനെയാണ് 7,000 ആനയുള്ളിടത്ത് 16,000 ആനയിലേക്ക് എത്തി. 2014 കണക്കാ പറയുന്നത്. ഇതിനെ നേരത്തെ ഇവിടെ OK ജോണിയും അതുപോലെ തന്നെ ഡെൻസിനും ഒക്കെ പറയായിരുന്നു. തമിഴ്നാട്, കർണാടകം, കേരളം ഇവർ 3 പേരും കൂടി ഇരുന്ന് ആലോചിച്ചാൽ ഇതിനെ എങ്ങനെ വിന്യസിക്കാം എന്നുള്ളൊരു. ഇപ്പം നമ്മൾ സഫാരി പാർക്ക്, ആഫ്രിക്കയിലൊക്കെ ഏറ്റവും നല്ല സഫാരി പാർക്കുകളുള്ളത് ആഫ്രിക്കയിലാണ്. എന്താ ആഫ്രിക്കയിൽ സഫാരി പാർക്കുകൾ ഉണ്ടാകാനുള്ള കാരണം? അവർക്ക് ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്, ഇഷ്ടം പോലെ മൃഗങ്ങളും. അങ്ങനെയല്ല സാറേ, ആഫ്രിക്കയിൽ സഫാരി പാർക്കിൽ ഞാൻ പോയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് സഫാരി പാർക്കിൽ പോകുന്നത്? ലോറികളാണ്, വലിയ വാഹനങ്ങളാണ്. അതിന്റെ അകത്ത് മേലെ നിന്നിട്ടാണ് നമ്മൾ സഫാരി പാർക്കിൽ കൂടെ പോകുന്നത്. ഒരാനയും ഞാൻ പറയുന്നത് അതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ, ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വയനാടാണ്. വയനാട്ടിൽ നമുക്ക് ഒരു വലിയ സഫാരി പാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൃഗങ്ങളെ വിന്യസിക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. വയനാടിനെ ഈ മതിൽ കെട്ടി ഈ പറഞ്ഞ വനവും പിന്നെ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയും തമ്മിൽ വനം കെട്ടി തിരിച്ചിട്ട് ഉള്ളി സഫാരി പാർക്ക്, ലോകത്തെ ഏറ്റവും നല്ല സഫാരി പാർക്കായിരിക്കും വയനാട്ടിൽ. ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ലണ്ടൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എല്ലാത്തരം വിദേശ ആളുകൾക്കും വരാൻ കഴിയുന്ന ക്ലൈമറ്റ് ഉള്ള സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഇത്തരം സാധ്യതകൾ കൂടി അറിയില്ല. ഞാൻ പറയുന്നത് എന്താണ് സാർ, നമ്മൾ പറയുന്ന 400 കിലോമീറ്റർ ചുറ്റളവിൽ മതിൽ കെട്ടി തിരിക്കുക എന്ന് പറയുന്നത് ഒരു 400 ഒറ്റയടിക്ക് കെട്ടുകയല്ല നമ്മൾ ചെയ്യുന്നത്. 1 കിലോമീറ്റർ കെട്ടി അതിന് ശേഷം ഒരു വഴിയിടുകയാണ്. അത് കറക്റ്റായിട്ട് ഫെൻസ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യാം, ഇറങ്ങുകയും ചെയ്യാം. മനസ്സിലായോ? അതിനോട് ചേർന്നിട്ട് ഒരു വഴി ഇടണം. അത് കഴിഞ്ഞിട്ട് വനം മതി. വനത്തിൽ പിന്നെ ആരും കയറുന്നില്ലല്ലോ. വന്യജീവികൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അവിടെ വളരും, അവിടെ ആവശ്യത്തിൽ കൂടെ മുള വെച്ച്. വയനാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആനയും കൂടെ ഇറങ്ങാൻ മുള കാടുകൾ മുഴുവൻ നശിച്ചു പോയി. മുളയില്ല.
മുള വെച്ച് പിടിപ്പിക്കാൻ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ മുളക്കാട് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എത്ര ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്? ഈ പറയുന്ന പിന്നെ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന സാധനം കയറി അടിക്കാടുകൾ മുഴുവൻ നശിപ്പിച്ചു. അത് വെട്ടാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ് ഇപ്പം. അത് വെട്ടാൻ വേണ്ടി അതിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി. വയനാട് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് ഈ പറയുന്ന മഞ്ഞക്കൊന്ന വെട്ടാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയാണ്. അത് വെട്ടാൻ വേണ്ടിയിട്ട് 2 കോടി 5 കോടി 7 കോടി കൊടുക്കുകയാണ് അത് വെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താണ് ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന വഴീൻ്റെ പ്രശ്നം ആകെ 3 പ്രശ്നമേ വയനാട്ടിലുള്ളൂ. ആകെ 3 പ്രശ്നമേ ഉള്ളൂ. 1 വന്യജീവി പ്രശ്നം, 2 മെഡിക്കൽ കോളേജ്, 3 ഈ രാത്രികാല നിരോധനം, അതുപോലെ പൂഴിത്തോട് റോഡിൻ്റെ ഈ വഴി, മരുന്ന്, പിന്നെ വന്യജീവി, ഈ 3 പ്രശ്നങ്ങൾ. ബാക്കി വയനാട്ടുകാർ ഹാപ്പി ആയിട്ട് ജീവിച്ചോളൂ. വയനാട്ടുകാർ ഒരാളുടെ ഔദാര്യം വേണ്ട. അവർ കർഷകർ പണിയെടുത്ത് തൂമ്പപ്പണിയെടുത്ത് കർഷകർ വിളയിപ്പിച്ച് ലാവിഷമായിട്ട് തിന്നും, ജീവിക്കുകയും ചെയ്യും, ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. കേരളത്തെ മുഴുവൻ ഭക്ഷിക്കാനുള്ള സംവിധാനം ഉള്ളത് വയനാട്ടുകാർക്ക് അറിയാം, അവർ ചെയ്യുകയും ചെയ്യും. 99.9% കർഷകരാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? 99.9% കർഷകരാണ്. അവർ ചിലപ്പോൾ കട നടത്തുന്നുണ്ടാവും, കച്ചവടം നടത്തുന്നുണ്ടാവും, അത് വേറെ. പക്ഷേ 99.9% പിന്നെ 9% മാത്രമേ കർഷകരല്ലാത്തൊരു വയനാട്ടിലുള്ളൂ. അങ്ങനെ ഒരു ജില്ല വയനാട്ടിലുണ്ടോ? കേരളത്തിലുണ്ടോ? സർക്കാർ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ആവശ്യങ്ങളല്ല, വളരെ അടിസ്ഥാനപരമായ വിഷയമാണ്. അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ കേസെടുത്ത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കുക. മന്ത്രിമാരുടെ സംഘം ചൊവ്വാഴ്ചയാണ് പോകുന്നത്. ഈ കാര്യത്തോടുള്ള സമീപനം കൂടി അതിൽ പ്രധാനമാണ്. അത് പരിശോധിക്കേണ്ടതുണ്ട്. ജനരോഷം ഭയന്ന് പോകാതിരിക്കുകയല്ല, ആ രോഷം ആദ്യം ഏറ്റെടുക്കുക, അതിനുശേഷം അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഏതായാലും വയനാടിനോട് അവഗണ്യോ എന്ന ചോദ്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവർക്കും അവഗണ്യാണ് എന്ന അഭിപ്രായം തന്നെയാണ് 5 പേരും രേഖപ്പെടുത്തിയത്. നല്ലൊരു രാത്രി ആശംസിക്കാൻ കഴിയില്ല അല്ലേ? ഇനിയൊരു ആക്രമണത്തിന്റെ വാർത്ത രാവിലെ വായിക്കാനിടയാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ഗുഡ് നൈറ്റ്. Good night. Meet the editors.